ഇന്നത്തെ ഒരു ദിവസം റഹീമിന്റെ കേസിന്റെ അവസാന വിധി വരും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നും ആ ഒരു വിധി വന്നിട്ടില്ല. അപ്പോൾ എനിക്കും കുറേ പേര് മെസ്സേജൊക്കെ അയച്ചു, എന്തായിരിക്കും, എന്തുകൊണ്ടാണ് ഇനിയും അടുത്ത ഹിയറിങ്ങിലോട്ട് കോടതി മാറ്റിവെച്ചത്. കാരണം നമ്മളിതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു റിയാദ് ഈ നിയമസഹായ സമിതി ത്രൂവും അബ്ദുൾ റഹീമിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ കസിന്, പിന്നെ നമ്മുടെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂര്, ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളും ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരുന്നു. അപ്പം ഇന്ന് എന്തുകൊണ്ട് ഒരു ഫൈനൽ വിധി വന്നില്ല എന്നാണ് കുറേ പേര് എന്നോട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു. അപ്പം നമ്മൾ ആ കേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അടുത്ത ഹിയറിങ് ഈ വരുന്ന 12-ാം തീയതി, അതായത് 4 ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച തന്നെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാം. കോടതി ഇത്രയും അടുത്തുള്ള ഡേറ്റ് ഒന്നും കൊടുക്കാറില്ല അടുത്ത ഹിയറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഹിയറിങ് ഇത്ര പെട്ടെന്ന് ഒരു ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ആ ഒരു ഡേറ്റോട് കൂടി ഈ ഒരു കേസ് തീർന്നിരിക്കും. റഹീമിൻ്റെ മോചന ഉത്തരവ് വന്നിരിക്കും. അത് എത്രയും പെട്ടെന്നാവട്ടെ എന്ന് തന്നെ വിചാരിക്കാം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിധി വന്നില്ല, അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്തുകൊണ്ട് വിധി വന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഈ പ്രൈവറ്റ് റൈറ്റ്സിൻ്റെ സൈഡിൽ നിന്ന്, അതായത് ആ ബാലൻ്റെ കുടുംബം മാപ്പ് കൊടുത്ത് ആ ഒരു വിധി, ആ ഒരു കേസ് റദ്ദായി പോയിട്ടുണ്ടെങ്കിലും ഈ പബ്ലിക് റൈറ്റ്സിൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. ഇന്നല്ല, കഴിഞ്ഞ സിറ്റിങ്ങിന് ചോദിച്ചിരുന്നു. ഈ പ്രോസിക്യൂഷൻ്റെ സൈഡിൽ നിന്ന് ഈ തുടക്കം മുതൽ ചോദിച്ച ചില ചോദ്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ റഹീമിൻ്റെ കൂടെയുള്ള കൂട്ടുപ്രതി ജാമ്യം കിട്ടി പുറത്തു പോയ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് റഹീം കറക്റ്റായിട്ടാണ് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, കരുതിക്കൂട്ടിയാണോ അല്ലേ, ഇതൊക്കെ വീണ്ടും ആ ചോദ്യങ്ങൾ വീണ്ടും വരും. അന്ന് റഹീം കൊടുത്ത, കാരണം 18 വർഷമായിട്ട് ഒരാൾ ഇതിനെ ആലോചിച്ച് ഇതിനെപ്പറ്റി ചിന്തിച്ച് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളി കൊടുത്ത ചോദ്യങ്ങളുടെ മറുപടി കൊടുത്തു. പക്ഷേ അന്ന് കോടതിക്ക് ആ മറുപടി കംപ്ലീറ്റ്ലി അവർ കേട്ടു. പക്ഷെ അതിൻ്റെ ഒരു എന്ത് പറയണം, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വിധി എന്താണ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കോടതി സ്റ്റോപ്പായത്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇന്നത്തോടു കൂടി അത് ക്ലിയർ ചെയ്ത് കോടതി അത് റിലീസ് ചെയ്യുന്ന വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് പ്രോസിക്യൂഷൻ്റെ സൈഡിൽ നിന്ന് വേറെ പുതിയ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് അവർക്ക് മനസ്സിലായി ഇനി പുതുതായിട്ട് എന്തെങ്കിലും ചോദിച്ച് ഇത് കുഴപ്പിക്കണം എന്ന് ഈ പ്രോസിക്യൂഷൻ ഇനി വിചാരിക്കുന്നില്ല. അന്ന് റഹീം കൊടുത്ത മറുപടികളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ആ ഒരു കേസ് പരിഗണിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് ചില കോടതി സാങ്കേതിക കാരണങ്ങളാലും പല കാരണങ്ങളാലും വിധി മാത്രം ഇന്ന് അവർ പ്രഖ്യാപിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു അവിടുത്തെ നിയമസഹായ സമിതി ത്രൂ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 12-ാം തീയതിയൊക്കെയുള്ള ഈ ഒരു ഡേറ്റ് കൊടുത്തതും. അതല്ലെങ്കിൽ അതിനൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ മാറ്റി വെക്കും. ചില 1 മന്ത്, 2 വീക്സ്, 3 വീക്സ് അങ്ങനെ മാറ്റി വെക്കും. പക്ഷെ 4 ദിവസത്തിലോട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സാങ്കേതിക കാരണങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു റിലീസിങ് ഓർഡർ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെയുള്ള റിലീസിങ് ഓർഡർ തന്നെ ഈ വരുന്ന 12-ാം തീയതി ഈ കോടതിയുടെ സൈഡിൽ നിന്ന്, റിയാദ് കോടതിയുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ വാർത്തയിൽ കണ്ടു, റഹീമിൻ്റെ ഉമ്മ ഭയങ്കര സങ്കടത്തിലാണ് എന്നുള്ളൊരു വാർത്ത കണ്ടു. അതായത് റഹീമിൻ്റെ ബ്രദർ തന്നെയാണ് ഇന്ന് മനോരമ ന്യൂസിനുണ്ട്, ഏതൊരു ന്യൂസിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഓരോ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷയോട് കൂടിയാണ് പുതുക്കുന്നത്. ഇപ്പോൾ ആകെ പിടുത്തം വിട്ടു. ഉമ്മ ടയർഡായിട്ട് വീണടക്കാണ്. ക്യാമറയൊക്കെ വരുന്നില്ല, നമ്മൾ സംസാരിക്കാൻ വരുന്നില്ല, ഒരു ഇതിലാണ്. അപ്പം ഓരോ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ വന്നു, ഇന്ന് മാറ്റി വെച്ചു, ഡേറ്റ് വന്നിട്ടില്ല. ഇനി എന്താവുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അടുത്ത സിറ്റിംഗിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കുടുംബത്തിനും. അതെ, നമുക്കിപ്പോൾ ഓരോ ഡേറ്റ് പറയുമ്പോൾ ഒരു പ്രതീക്ഷ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റിലേക്ക് ഓക്കെ ആവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ നീണ്ടു പോകുന്നു. അവർ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പിന്നെ അവിടെ എന്തുകൊണ്ട് നീണ്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. അബ്ദുൾ റഹീം വിളിക്കാറുണ്ടോ? എന്താണ് അദ്ദേഹം പറയാറുള്ളത്? ഇപ്പോൾ നമ്മളന്ന് വന്നതിന് ശേഷം എന്നെയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ വിളിക്കാൻ കഴിയില്ല. നമ്മൾ കാര്യമായിട്ട് വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം സന്തോഷം കാര്യങ്ങളാണല്ലോ. ഈ ഒരു അങ്ങനെ കൂടുതൽ ആഴ്ചയിലോ അല്ലെങ്കിൽ 15 ദിവസം കൂടെ വിളിക്കില്ല. ഇപ്പം നമ്മൾ വന്നിട്ട് 15 ദിവസമായിട്ടുള്ളൂ. വിളിക്കും. അപ്പോൾ എന്തായാലും കുടുംബം കാത്തിരിക്കുകയാണ്. മറ്റ് സർക്കാർ വഴിയുള്ള നീക്കങ്ങൾ എന്തെങ്കിലും അതിന് ഇറങ്ങണം എന്നാണ് കമ്മിറ്റിയോടേക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നീക്കണമെങ്കിൽ ഗവൺമെന്റ് ലെവലിൽ നീങ്ങട്ടെ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തേക്ക് പറയാനുള്ളത്. ഇതിൽ ഈ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഉമ്മയുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. ആരോടും, കുടുംബക്കാരോടോ വീട്ടുകാരോടോ അല്ലെങ്കിൽ പത്രക്കാരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല ആ ഉമ്മ. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം ഈ നിയമസഹായ സമിതി ത്രൂ ഇതൊരു കേസിലോട്ടോ അതല്ലെങ്കിൽ പുതിയൊരു
എന്താ പറയുക കേസ് അവിടെ കൊടുക്കേണ്ട കാര്യം ഉണ്ടാവും തോന്നുന്നില്ല, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം. പുള്ളിക്ക് തോന്നിക്കാണും അങ്ങനെയൊക്കെ ചില നമുക്കറിയാം പല എന്താ പറയുക മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല രീതിയിലും പല ആളുകൾ ഇടപെട്ടിട്ടും അല്ലാതെ ഇതിലൊക്കെ ഒരുപാട് എന്താ പറയുക ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസും ഒരുപാട് ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിനെയും റഹീമിനെയും ഉമ്മനെയും ഒക്കെ തമ്മിൽ തെറ്റിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് നമുക്കറിയാം. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ബ്രദർ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല നമുക്ക് ആർക്കും. അടുത്ത ഈ 4 ദിവസം കൊണ്ട് തന്നെ വിധി വരുന്നത്. അപ്പം അതിൽ പോസിറ്റീവ് വിധി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ പറഞ്ഞ ഇത്രയും കാലം നമ്മൾ സഹിച്ചില്ലേ, ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ ഇതിൻ്റെ അവസാനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ 12-ാം തീയതി ഇതിനൊരു വിധി വരട്ടെ ഇൻഷാ അല്ലാഹ്.